ബീഹാർ പിടിക്കാൻ പഠിച്ച പണി 18 നോക്കുകയാണ് ബി.ജെ.പി. പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസിനും ആർ.ജെ.ഡിക്കും പിന്നിൽ അണിനിരന്നതോടെ ബി.ജെ.പി. അവിടെ പൂർണ്ണമായും ഒറ്റപ്പെടുകയാണ്. എൻ.ഡി.എ മുന്നണിയിൽ ജെ.ഡി.യുവും ബി.ജെ.പിയും രണ്ട് വഴിക്കാണ്. ചിരാഗ് പാസ്വാന്റെ പാർട്ടി ബി.ജെ.പിക്കൊപ്പം നിൽക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യ മുന്നണിയിൽ കാര്യങ്ങൾ അനുകൂലമാണ്. ആർ.ജെ.ഡിയും കോൺഗ്രസും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ലക്ഷ്യം ബി.ജെ.പിയുടെ പതനമാണ്. ഇടതുപക്ഷ പാർട്ടികളും അവിടെ കോൺഗ്രസിന് കൈകൊടുക്കുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന തിരിച്ചറിവിൽ വീണ്ടും ബി.ജെ.പി. മോദിയുടെ അമ്മയെ കളത്തിലിറക്കുകയാണ്. സെന്റിമെന്റ്സ് അടിച്ച് 4 വോട്ട് പിടിക്കാൻ സാധിക്കുമോ എന്ന് മാത്രമാണ് ബി.ജെ.പി. നോക്കുന്നത്. ഇതിൽ മോദിക്കും പങ്കുണ്ടോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. നേരത്തെ രാഹുൽ ഗാന്ധി മോദിയുടെ അമ്മയെ അപമാനിച്ചു എന്ന രീതിയിൽ കേസുമായി ബി.ജെ.പി. ഇറങ്ങിയെങ്കിലും ചീറ്റിപ്പോയി. ഇതിന് പിന്നാലെ ഇതേ കാർഡ് തന്നെ കളത്തിലിറക്കാനുള്ള നീക്കമാണ് ബി.ജെ.പി. നടത്തുന്നത്. ആർ.ജെ.ഡി. നേതാവ് തേജസ്വി യാദവ് നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മ ഹീരാബെൻ മോദിക്കെതിരെ അധിക്ഷേപ മുദ്രാവാക്യമുണ്ടാക്കി എന്ന ആരോപണമാണ് ബി.ജെ.പിയുടെ പുതിയ ട്രംപ് കാർഡ്. ആരോപണം തള്ളിയ ആർ.ജെ.ഡി. വീഡിയോ കൃത്രിമമാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ അപമാനിക്കാൻ ബി.ജെ.പി. ശ്രമിക്കുകയാണെന്നും തിരിച്ചടിച്ചു കഴിഞ്ഞു. ശനിയാഴ്ച രാത്രിയാണ് ആർ.ജെ.ഡിക്കെതിരായ ആരോപണത്തിന് ആധാരമായ വീഡിയോ ബി.ജെ.പിയുടെ ബീഹാർ ഘടകം സാമൂഹിക മാധ്യമമായ എക്സിൽ പങ്കുവച്ചത്. ആർ.ജെ.ഡി. വേദിയിൽ തേജസ്വി യാദവ് ആൾക്കൂട്ടത്തോട് സംസാരിക്കുന്നതിനിടെ ഒരാൾ മോദിയെയും അദ്ദേഹത്തിന്റെ അമ്മയെയും അധിക്ഷേപിക്കുന്നതാണ് വീഡിയോയിലുള്ളത്. അതേസമയം വീഡിയോയുടെ ആധികാരികത സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ബീഹാർ അധികാർ യാത്രയിലാണ് തേജസ്വി യാദവ് ഉള്ളത്. മോദിയുടെ അമ്മയ്ക്കെതിരെ അധിക്ഷേപ പരാമർശത്തിനുള്ള അവസരം തേജസ്വി യാദവ് തന്റെ റാലിയിൽ വീണ്ടും ഒരുക്കിയെന്ന വീഡിയോ പങ്കുവച്ചുകൊണ്ടുള്ള കുറിപ്പിൽ ബി.ജെ.പി. ആരോപിക്കുന്നുണ്ട്. അമ്മമാരെയും സഹോദരിമാരെയും അസഭ്യം പറയുക എന്നൊരു പദ്ധതി മാത്രമാണ് ആർ.ജെ.ഡിക്കും കോൺഗ്രസിനും ഉള്ളതെന്നും അവരുടെ നിരാശ അതിന്റെ മൂർധന്യത്തിൽ എത്തിയിരിക്കുകയാണെന്നും ബി.ജെ.പി. ആരോപിക്കുന്നുണ്ട്. ഒരു അമ്മയെ അസഭ്യം പറയുന്നവരെ ബീഹാർ മറക്കില്ലെന്നും എല്ലാ അധിക്ഷേപത്തിനും ബീഹാറിലെ അമ്മമാരും സഹോദരിമാരും മറുപടി നൽകുമെന്നും കുറിപ്പിലുണ്ട്. അതേസമയം റാലിക്കിടെ മോദിയുടെ അമ്മയ്ക്കെതിരെ ആർ.ജെ.ഡി. പ്രവർത്തകരോ മറ്റാരെങ്കിലുമോ അധിക്ഷേപ പരാമർശം നടത്തിയിട്ടില്ലെന്ന് പാർട്ടി എം.എൽ.എ. ഡോക്ടർ മുകേഷ് റൌഷൻ പറഞ്ഞു. ആർ.ജെ.ഡിക്കെതിരായ ഗൂഢാലോചനയുടെ ഭാഗമായി ബി.ജെ.പി. വീഡിയോയിൽ കൃത്രിമത്വം കാണിച്ചതാണെന്നും പാർട്ടി പറയുന്നുണ്ട്. നേരത്തെ ദർഭംഗയിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രാവേളയിൽ മോദിയുടെ അമ്മയെ ഒരു കൂട്ടം ചെറുപ്പക്കാർ അധിക്ഷേപിച്ചതിന് പിന്നാലെ ആർ.ജെ.ഡിക്കും കോൺഗ്രസിനുമെതിരെ ബി.ജെ.പി. രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഇതിൽ രാഹുലിനെ പ്രതി ചേർക്കാനുള്ള നീക്കമാണ് പൊളിഞ്ഞു വീണത്. ഈ വിഷയം ചൂണ്ടിക്കാട്ടി രാഹുലിനെതിരെ ആക്രമണം പോലും നടത്താൻ ബി.ജെ.പി. മടിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് ഈ വിഷയം കത്തിക്കാൻ നോക്കിയ ബി.ജെ.പി. നാണം കെട്ടതിനും രാജ്യം സാക്ഷ്യം വഹിച്ചു.